ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട അതിജീവിതയ്ക്കെതിരായ അപവാദ പ്രചാരണത്തിൽ ഇപ്പോൾ ആ കേസ് അന്വേഷണം തൃശൂർ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയ പ്രതി മാർട്ടിനെതിരെ കേസെടുത്തു. അപവാദ പ്രചരണം നടത്തിയ 27 വ്യക്തികൾക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട്. നവമാധ്യമങ്ങളിൽ ഷെയർ ചെയ്ത ലിങ്കുകൾ റിമൂവ് ചെയ്യണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. വിചാരണ കോടതിയുടെ വിധി വരുന്നതിന് മുൻപേ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതിന് തൊട്ട് പിന്നാലെയാണ് മാർട്ടിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നത്. അത് അന്ന് വീഡിയോ ചിത്രീകരിച്ച് വെച്ചിരുന്നെങ്കിൽ പോലും അത് ഇത്രയേറെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതൊന്നും പ്രചരിച്ചിരുന്നില്ല. ഇപ്പോൾ നടിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലും അതിനോടൊപ്പം തന്നെ ഈ കേസിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്ന തരത്തിലുമുള്ള നടിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുമുള്ള ആ ഒരു വീഡിയോ അത് പുറത്തു വന്നതിന് പിന്നാലെയാണ് പോലീസ് നടപടികളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ജില്ലാ ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം നടത്തും. ഈ വീഡിയോ ഏത് തരത്തിലാണ് പുറത്തു വന്നത്, ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ, എന്തിനു വേണ്ടിയാണ് ഇത് പ്രചരിപ്പിച്ചതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. നമുക്കൊരു പരാതി കിട്ടിയതുകൊണ്ട് നമുക്ക് അത് ബന്ധപ്പെട്ട ഒരു കേസ് തൃശ്ശൂർ സിറ്റിയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഇൻസൾട്ടിങ് മോഡസ്റ്റി ഓഫ് എ വിമൻ, റിവീലിംഗ് ഐഡൻറ്റിറ്റി ഓഫ് ദ വിക്ടിം, അങ്ങനത്തെയുള്ള സെക്ഷൻസ്, അതിൻ്റെ കൂടെ തന്നെ IT ആക്ടുള്ള സെക്ഷൻസ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് ഒരു സ്പെഷ്യൽ സംഘത്തെ നമ്മൾ നിയമിച്ചിട്ട് ഒരു ഇംപാർഷ്യലും പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടക്കാൻ പോവുകയാണ്. ഏകദേശം 127-ലധികം സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ഷെയർ ചെയ്ത അക്കൗണ്ടുകളൊക്കെ തന്നെ അത് പിൻവലിക്കണം, അത് ഡിലീറ്റ് ചെയ്യണം എന്ന ഒരു ആവശ്യമാണ് പോലീസ് ഉന്നയിക്കുന്നത്. അല്ലാത്ത പക്ഷം ഇവർക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകും. ഈ കേസിലെ പ്രതിയായ മാർട്ടിൻ നിലവിൽ ഈ ഒരു കേസിൽ തന്നെ ശിക്ഷിച്ച് ജയിലിൽ കഴിയുകയാണ്. മാർട്ടിനെ ജയിലിലെത്തി ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും പോലീസ് എന്തായാലും ആരംഭിക്കും. എന്തായാലും ഇൻസ്റ്റഗ്രാമിനും ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമ കമ്പനികൾക്ക് ഇതിനോടകം തന്നെ പോലീസ് കത്തയച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്കുകൾ പൂർണ്ണമായും ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലൊരു കത്തയച്ചിരിക്കുന്നത്. എന്തായാലും അതിനുവേണ്ട നടപടികൾ പുരോഗമിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കുമെന്നുള്ളൊരു അല്ലെങ്കിൽ അന്വേഷണം നടത്തുമെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.